ഇപ്പോൾ ജെറി ഒരു പ്രത്യേക ടൈപ്പാണ്. പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടത്. ജെറിയുടെ ഒരു പ്രത്യേക ടൈപ്പ് എന്ന് വെച്ചാൽ ചില പ്രത്യേക രീതിയിൽ വരികൾ വന്ന് വീഴണം. ഉദാഹരണത്തിന് ഇങ്ങനെ വരികൾ അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓടുമ്പം ചാടുമ്പം കയറുമ്പം ഇങ്ങനെ എല്ലാം അത് അങ്ങനെ അവസാനിക്കുമ്പോൾ ഒരു സുഖം വരുമെന്നുള്ള ഏത് പാട്ട് വന്നാലും അങ്ങനെ താല്പര്യം പുള്ളിക്കുണ്ട്. അപ്പോൾ ഇതിലൊരു പാട്ട് ഞാൻ എഴുതി വെച്ചു. ഇങ്ങനെ വാചാലം എന്നൊരു പാട്ടുണ്ട്. വാചാലം എൻ മൗനവും നിൻ മൗനവും എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഈ ഇളയരാജ സങ്കല്പവും വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്നാൽ പോളിനെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വെച്ച് ഞാനൊരു ചുണ്ടാക്കി. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം എൻ മൗനവും നിൻ മൗനവും. പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ലെങ്കിലും ഇതൊരു ഇളയരാജ പാട്ടാണ്, ഒരു ഫേമസായ പാട്ടാണ് കമലഹാസൻ്റെ. പൂങ്കാറ്റ് കുളിരാടുത് പൂങ്കാറ്റ് ഇളമയ്യങ്കും നിറമാടും എന്നൊരു പാട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വാചാലം എൻ മൗനവും നിൻ മൗനവും. അപ്പോൾ ഇത് ഏറ്റവും തമാശ എന്ന് പറയുന്നത് ജെറിക്ക് മനസ്സിലായി. നോ നോ ഐ വിൽ ഹാവ് മൈ ഓൺ ട്യൂൺ എന്ന് പറഞ്ഞ് പുള്ളി ബഹളം വയ്ക്കുക. ജെറിക്കൊരു പ്രത്യേക സന്തോഷവും സങ്കടവും വരുമ്പോഴൊക്കെ ഇംഗ്ലീഷ് കണ്ടമാനം വരും. ഡെഫിനറ്റ്ലി ഐ വിൽ ഡു, നോ നോ വാട്ട് ഹോ ഓക്കെ. ഇതിങ്ങനെ പാട്ടിനടക്കി തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഈ വാചാലം എൻ മൗനവും കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ജസ്റ്റ് വെയിറ്റ്. പുള്ളി ഒരു ഡാൻസിങ് സ്റ്റെപ്പാണ് ജീവിതത്തിലും ഒക്കെ തന്നെ. അങ്ങനെ ഡാൻസ് സ്റ്റെപ്പിൽ ആ ഹോട്ടൽ മുറി ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ കുലുങ്ങി പുള്ളി വാചാലം എൻ മൗനവും നിൻ മൗനവും വാചാ ഇങ്ങനെ പുള്ളി ഇങ്ങനെ നടന്നിട്ട് എന്തോ ഒരു പദ്യം ചൊല്ലുന്ന പോലെ ഈ വരി വെച്ചിങ്ങനെ നടക്കുകയാണ്. അവസാനം ഐ ഗോട്ട് ഇറ്റ് എന്ന് തോന്നുന്നു. എന്നെ ചൊല്ലി കേൾപ്പിച്ചിങ്ങനെ വാചാലം എൻ മൗനവും നിൻ മൗനവും. എങ്ങനെയുണ്ട്? മറ്റേൻ്റെയൊക്കെ നല്ലതല്ലേ? പോർബ പറഞ്ഞു ഗംഭീരമായിരിക്കുന്നു. അങ്ങനെയാണ് വാചാലം ജനിക്കുന്നത്. ആ പാട്ട് ജനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കായിരുന്നു. കാരണം ഇളയരാജ ഒഴിഞ്ഞു പോവുകയും ചെയ്തു, ഇളയരാജയേക്കാൾ നല്ല സാധനം കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ പാട്ടും 40 വർഷം കഴിഞ്ഞ് അതിനും നിത്യേകമായിട്ട് നടക്കുക ആ പാട്ട്. അത് തലമുറയായിട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ റെക്കോർഡിംഗ് ആണെങ്കിൽ അനേക്കാൾ അത്ഭുതം. തരങ്കണിയിലാണ് റെക്കോർഡിംഗ് നടത്തുന്നത്. ദാസേട്ടൻ വന്ന് പാടുന്നു, കൂടെ കുട്ടികളൊക്കെ പാടാൻ പറ്റുന്നുണ്ട്. ചെറിയ പിള്ളേർ ടെന്നീസൊക്കെ കളിക്കാൻ അവർ ആ സ്റ്റുഡിയോയുടെ പുറത്താണ് വരുന്നത്. ഇവരെ അവിടെ നിർത്തി ദാസേട്ടൻ വന്ന് സുന്ദരമായിട്ട് ഇത് പാടുന്നു. ദാസേട്ടൻ സാധാരണ ഞാൻ റെക്കോർഡിംഗ് സമയത്ത് കണ്ടിട്ടുണ്ട്, പല പാട്ടുകളും പാടുമ്പോൾ ശരിക്കും പാടുമെങ്കിലും ആ ഉള്ളിലേക്ക് കയറുന്ന പാട്ട് വളരെ ഇൻവോൾവായിട്ട് പാടുകയും ആ പാട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് കൺസോളി വന്നിട്ട് അത് രണ്ടാമത് റിപ്പീറ്റ് കേൾക്കുമ്പോൾ പുള്ളി ആ സ്റ്റുഡിയോയിൽ തന്നെ ഡാൻസ് ചെയ്യുകയും ചെയ്യും, അപ്പോഴും പാടുകയും ചെയ്യും. കാരണം അത്രത്തോളം ആ പാട്ടിൽ ഇൻവോൾവ്മെൻറ്റ് കിട്ടും. ഈ പാട്ടിനത് സംഭവിച്ചു. പക്ഷേ പുള്ളി പാടാൻ വന്ന് കയറുമ്പോൾ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. ദാരുണമല്ല, ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരുത്തന്നെ പുള്ളി വിളിച്ചു. ഈ പാട്ട് പാടുന്നതിന് മുമ്പ് പാട്ടിന് ട്യൂൺ കേട്ട് കഴിഞ്ഞപ്പോൾ ഇയർഫോണൊക്കെ വെക്കുന്നുണ്ടോ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒന്ന് പാട്. ദാസേട്ടൻ പഠിച്ച ആ പാട്ട് പുള്ളിയെ പാടി കേൾപ്പിച്ചു. വാചാലം എൻ മൗനവും നിൻ മൗനവും. മോൻ പാട്. മോൻ മടിച്ചു. വിജയ് എന്നുള്ള മോനാണത്. ആ 3 കൂട്ടി വിശാൽ, വിജയ്, വിനോദ്, വിജയനാണ് വിളിച്ചിരിക്കുന്നത്. വിജയ് ഒന്ന് വിഷമിച്ചു. അവൻ പാടുന്നില്ല, മടിച്ച് നിൽക്കുകയാണ്. സ്റ്റുഡിയോക്കകത്താണിത്. അപ്പോൾ പുള്ളി പാട്. എനിക്ക് മനസ്സിലായി. ഞാൻ ജെറിയോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മൂഡ് പോകുന്നുണ്ട് കേട്ടോ, അത് കുറച്ച് ദേഷ്യം വരുന്നുണ്ടെന്ന് സംശയമുണ്ട്. ദേഷ്യം വന്നു. പുള്ളി വല്ലാതെ ഫീൽ ചെയ്തിട്ട് പറഞ്ഞു പാട്, കുറച്ചുകൂടെ ആജ്ഞയാണ്. അവസാനം അവൻ വിഷമിച്ച് വിജയ് വാചാലം എൻ മൗനവും മതി എന്ന് പറഞ്ഞ് വിട്ടു. അവനെ പുറത്തേക്ക് വിട്ടെങ്കിലും ദാസേട്ടൻ ആകെ അസ്വസ്ഥനായി, പുള്ളി നെർവസായി, ആകെ പ്രശ്നം. പുള്ളിയും പുറത്തേക്ക് പോയി. അപ്പോൾ ജെറി പറഞ്ഞു, MDR പറഞ്ഞു ശരിയാണ്, സംഗതി ഇന്ന് നടക്കുന്ന ലക്ഷണമില്ല. പക്ഷേ പെട്ടെന്ന് പുള്ളി തിരിച്ചു വന്നിട്ട് പുള്ളി സോറി പറഞ്ഞു പതിവില്ലാതെ. ജെറി ഐ എം സോറി, കാരണം ഞാൻ പെട്ടെന്ന് എൻ്റെ ഭൂതകാലം ഓർത്ത് പോയി. ഇവൻ പാടാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിന് വലിയ വിഷമമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലാണ് എന്നെ എൻ്റെ അച്ഛൻ പാട്ട് പഠിപ്പിച്ചത്. വളരെ ചെറുപ്പത്തിൽ 5 വയസ്സുള്ളപ്പോഴാണ്. അന്ന് നിഷ്ഠയോടുകൂടി എൻ്റെ
അപ്പൻ പറയുന്ന പാട്ട് ഞാൻ അതുപോലെ പാടിയതുകൊണ്ടാണ് ഇവർക്കൊക്കെ വലിയ ബംഗ്ലാവും കാറുകളും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായത്. എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര നിഷ്കർഷിച്ചാണ് ഞാൻ പഠിച്ചത്. എൻ്റെ മോൻ വിജയ് അത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമം തോന്നി എന്ന് പറഞ്ഞ് പുള്ളി കുറച്ച് നേരം ഒരു എന്താ പറയുക, ഒരു സാധാരണ പിതാവായിട്ട് മാറി, ഒരച്ഛനായി മാറി. ഒരച്ഛൻ്റെ ദുഃഖം ഞങ്ങൾ കണ്ടു. പക്ഷേ കാലം തെളിയിച്ചു, അദ്ദേഹം ദുഃഖിക്കേണ്ടി വന്നില്ല. ഇതേ പാട്ട്, ഈ വാചാലം എൻ മൗനം എന്നുള്ള പാട്ട്, ഇതേ മകൻ, ഒരു യേശുദാസിനോളം വളർന്ന മകൻ, ഗൾഫിലൊരു പരിപാടിയിൽ പാടുന്നു. ഏറ്റവും അത്ഭുതം, ഈ പാട്ട് അഭിനയിച്ചത് മോഹൻലാലാണ്. പടത്തിൽ മോഹൻലാൽ ഏറ്റവും ഭംഗിയായിട്ട് ഈ പാട്ട് പാടി അഭിനയിച്ചു. പക്ഷേ ആ മോഹൻലാലിൻ്റെ ഒരു ഷോയിലായിരുന്നു ഈ പയ്യൻ പാടിയത്. അപ്പോൾ മോഹൻലാലാണ് അനൗൺസ് ചെയ്തത്, വാചാലം എൻ മൗനം എന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വിജയ് പാടാൻ പോകുന്നു. ആ വിധിയുടെ ഒരു കളി ആലോചിച്ച് നോക്കാം. അപ്പം ദാസേട്ടൻ എന്ന് പറയുന്ന ആളിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മകനൊരു പാട്ടുകാരനാവണമെന്ന്, മകൻ സംഗീതത്തെ സ്നേഹിക്കണമെന്ന്. അവൻ സംഗീതത്തെ സ്നേഹിച്ചു, അവൻ ക്ലാസിക്കലായിട്ട് പഠിച്ചു, അവൻ സിനിമ പാട്ടും പഠിച്ചു. അവൻ ഏറ്റവും ഉയർന്ന രീതിയിൽ ഒരു വലിയ വേദിയിൽ നിന്നിട്ട് അതേ പാട്ട്, അച്ഛൻ്റെ പാട്ട് മകൻ പാടുക, ഇതിൽപ്പരം ഒരു ധന്യത വേറെ എന്താണ്? അതാണ് ഈ വാചാലം എന്നുള്ള പാട്ടിൻ്റെ കഥ കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയത്. കാരണം ഈ പാട്ടിന് വേറൊരു വലിയ ഗുണവും പറ്റി. ഭരതൻ്റെ ശിഷ്യനായിരുന്നു പോൾ ബാബു. എന്നോട് എപ്പോഴും ജോൺ പോൾ പറയും, അങ്കിളെ അങ്കിളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോൾ ബാബു വന്നിട്ട് ഭരതൻ്റെ പടങ്ങളെ ഓരോന്നിനെ പറ്റിയും സംസാരിക്കും. ജോൺ പോളിന് കുറേ ആയപ്പോൾ വിഷമമായത്. കാരണം എപ്പോഴും ഈ ഭരതാരാധന. പുള്ളി പറയണം, നീ ഭരതനെ ഇങ്ങനെ പുകഴ്ത്തി അവസാനം ഭരതൻ്റെ ഓരോ ഷോട്ടും നീ കോപ്പി ചെയ്യാൻ തുടങ്ങും, അപ്പം നീ ഭരതനാവും, നിനക്ക് നിൻ്റെ ഷോട്ട് ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ പോൾ ബാബു സ്വന്തമായിട്ട് സിനിമയുണ്ടാക്കി മനോഹരമായിട്ട് പടം ചെയ്യുകയും ചെയ്തു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അറിയാതെ പോൾ ബാബുവിൽ ആ ഒരു ഭരതൻ വരും. ഈ പാട്ടിനകത്ത് അത് വന്നു. പ്രത്യേക സീനുകളൊക്കെ ആ ടേക്കിങ്സ് വരെ രാധയും മോഹൻലാൽ വരുന്നത് അഭിനയിച്ചത്. ആ ഓരോ ടേക്കിങ്സിലും പെട്ടെന്ന് നമുക്ക് ഭരതൻ ഫീൽ ചെയ്യും. അങ്ങനെ ഈ വാചാലം എൻ മൗനവും എന്നുള്ള പാട്ട് ഒരു വലിയ കൂടും തേടി, എസ്.എൻ. സ്വാമിയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. എസ്.എൻ. സ്വാമിയുടെ സ്ക്രിപ്റ്റായിരുന്നു. ഒരു നല്ല കഥയായിരുന്നു. പിന്നെ നമ്മുടെ റഹ്മാന് വേണ്ടിയും വേറൊരു പാട്ടുണ്ടായിരുന്നു. അതും ജെറി ടച്ചുള്ള പാട്ട്. മം 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 അവസാനിക്കൊരു പാട്ടത്. സംഗമം ഈ പൂങ്കാവനം ഋതുമന്ദിരം വൃന്ദാവനം മന്ത്രമോ ഇതു മായമോ മംഗല്യം കോർക്കും ജാലമോ. അത് ജെറി അവതരിപ്പിക്കുന്ന രസം. സംഗമം ഈ പൂങ്കാവനം, ഓക്കെ, മന്ദിരം എക്സലൻറ്റ്, സംഗമോ, ഇങ്ങനെയാണ് പുള്ളി അതിങ്ങനെ കമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ജെറി അനുഗ്രഹിച്ചൊരു പാട്ടാണ്. കാറ്റിൻ്റെ ചുണ്ടത്തൊരീണം വീണമീട്ടുന്ന തുമ്പിക്ക് നാണം, ഈണം നാണം ഇതിങ്ങനെ വരണം. അപ്പോൾ ആ വരി എല്ലാം അങ്ങനെ ഉണ്ടാക്കിയ ആ പാട്ട് ഈ പോൾ ബാബുവിൻ്റെ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചു. ആ 3 പാട്ടുകളും അത് നല്ല ഓർമ്മയാണ്. വാസ്തവത്തിൽ അത് എസ്.എൻ. സ്വാമിയുടെ നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നു. കൂടും തേടി എന്നുള്ള പേരിട്ടത് ഞാനാണ്. കാരണം പേരുകളിങ്ങനെ, സ്വാമി പേരിടാൻ ഭയങ്കര വിദഗ്ധനാണ്. പക്ഷേ പേരിടാൻ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പത്മനാഭൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, കൂടെവിടെ, നല്ലോണം ഓടുന്നുണ്ട്, നല്ല പടമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്തു. ഏതായാലും സ്വാമി അത് അംഗീകരിച്ചു, കൂടും തേടി. അങ്ങനെ കൂടും തേടി എന്നുള്ള പടത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവവും ഓർമ്മയും ഈ വാചാലമാണ്. പ്രത്യേകിച്ചും ജെറിയുടെ ഒരു ടച്ച്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ ചരിത്രം സൃഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് ശരിയാകട്ടോ, പലപ്പോഴും ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിലും ആകാശവാണി ജീവിതത്തിലാണെങ്കിലും സിനിമാ ജീവിതത്തിലാണെങ്കിലും ഈ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഭരതനും ഞാനുമായിട്ടുള്ള കണക്ഷൻ്റെ. പത്മരാജനും ഞാനും വലിയ അങ്ങേയറ്റത്തെ ഫ്രണ്ട്സാണെങ്കിലും പത്മരാജനേക്കാൾ കൂടുതൽ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നത് ഭരതനാണ്. അതാണ് ഭരതൻ ടച്ച് എന്ന് പറയുന്നത്. ഭരതൻ ആരെയും ആകർഷിക്കും. ഒരു പ്രൗഢമായ ശബ്ദവും
അപ്പോൾ രാജേന്ദ്ര എന്ന് വിളിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, രാജേന്ദ്ര, ഒരു വല്ലാത്തൊരു പ്രത്യേക ശബ്ദം. അതാർക്കും കിട്ടിയിട്ടില്ല ആ ശബ്ദം. ഈ രാജേന്ദ്ര എന്നുള്ള ശബ്ദത്തിൽ ഒരു ദിവസം രാവിലെ എനിക്കൊരു കോള് വരുന്നു ആകാശവാണിയിലേക്ക്. അത് ആ കോളിൻ്റെ ഒരു പ്രത്യേകത, ഭരതൻ വിളിച്ചാൽ ഓടി വന്ന് തരും ആരാണെങ്കിലും. അത്ര ബഹുമാനമാണ് ആകാശവാണിയിലെ ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, നീ മദ്രാസിലേക്ക് വരണം, ഞാനൊരു പുതിയ പടം ചെയ്യാൻ പോകുന്നു, പേരിട്ടു ദേവരാഗം. ഇങ്ങനെയാണ് പറഞ്ഞു, ദേവരാഗം എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്, നീ പെട്ടെന്ന് വരണം, 4 പാട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം. അപ്പോൾ ഞാൻ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കാരണം എനിക്കിപ്പോഴും ദേവരായ മാഷാണോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരും. പക്ഷെ ഞാൻ ചോദിച്ചില്ല, ഭരതനോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ നേരെ ദേവരാഗത്തിൻ്റെ പാട്ട് എഴുതാൻ വേണ്ടി പോവുകയാണ്. ഒരു ബ്രാഹ്മിൻ സ്റ്റോറിയാണെന്ന് പുള്ളി നേരത്തെ പറഞ്ഞിരുന്നു. ശൗണ്ഡി എന്നൊരു വിഭാഗമുണ്ട് ഈ ബ്രാഹ്മണർക്കിടയിൽ. ഈ ശപിക്കപ്പെട്ട ബ്രാഹ്മണൻ്റെ ജോലിയാണ് ഈ ശൗണ്ഡിയായിട്ട് ഈ എന്താ പറയുക, സംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കുക, മൃതദേഹത്തിൻ്റെ അങ്ങനെയുള്ള ചില ചടങ്ങുകളൊക്കെ. അതാണ് ശൗണ്ഡി എന്ന് പറയുന്നത്. പ്രേതത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് അതിൻ്റെ അവിടെ പൂജകളൊക്കെ ചെയ്ത് ആ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വല്ലാത്തൊരു ഒരു ഗ്രൂപ്പാണ് ഈ ശൗണ്ഡികൾ. ശപിക്കപ്പെട്ട ബ്രാഹ്മണന്മാരാണ്. അങ്ങനെ ഒരാളിനെ കുറിച്ചാണ് പുള്ളി എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ ഞെട്ടി. ഞാൻ പോകുന്ന ഏതാണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ മോഹൻ്റെ ഫോൺ. മോഹനും ഭരതനും ഭയങ്കര എൻ്റെ വലിയ 2 കണ്ണുകളാണ് വാസ്തവത്തിൽ. ശാലിനി എൻ്റെ കുട്ടിയായിട്ട് മോഹൻ. അപ്പോൾ മോഹൻ പറഞ്ഞു, എടാ ഞാൻ സാക്ഷ്യം എന്നൊരു പടം ചെയ്യുന്നുണ്ട്, അതിൻ്റെ വർക്കും ആ ദിവസം തന്നെയാണ്, അപ്പം നീ വരണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, ഭരതേട്ടൻ്റെ പടമുണ്ട് ദേവരാഗം, അതിൻ്റെ റെക്കോർഡിങ് AVMലാണ്, എൻ്റെ റെക്കോർഡിങ് AVMലാണ്. ഞാൻ പറഞ്ഞു, അല്ല AVM Gയിലാണ്, ഞാൻ AVM Cയിലാണ് എൻ്റെ റെക്കോർഡിങ്. ഓ, അപ്പോൾ 2 പേരുടെ നിഷേധിക്കാൻ പറ്റില്ല, പിണങ്ങും, ഒരാൾ പിണങ്ങും. ഞാൻ 2ഉം കൂടെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഭരതനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പിന്നെ മോഹൻ്റെ പടമുണ്ട്, നീ ചെയ്തോ, കുഴപ്പമില്ലല്ലോ, AVM ഒരു സ്റ്റുഡിയോ ഇല്ലേ, ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആദ്യം എന്നെ സ്വീകരിച്ചത് സാക്ഷ്യം എന്നുള്ള പടത്തിൻ്റെ സംവിധായകൻ. നമുക്കാദ്യം ഈ പാട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടെ സ്റ്റുഡിയോയിലിരുത്തുന്നു. ജോൺസൺ റെഡി ആയിട്ടിരിപ്പുണ്ട്, ചിത്രയെ കൊണ്ടാണ് പാടിക്കേണ്ടത്. ഓ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ഇതിനകത്തെ 2 പാട്ട് ഇപ്പോൾ എഴുതിയിട്ട് ബാക്കി നീ ഗോകുലം ഗോപാലിൻ്റെ ഒരു ഹോട്ടലുണ്ട് അവിടെ പോയി താമസിച്ച് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡേവിഡ് കാച്ചപ്പള്ളി ഓടി വരുന്നു ഭരതൻ്റെ അടുത്ത്. ഭരതൻ അന്വേഷിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഭരതൻ മറ്റേ സ്റ്റുഡിയോയിലുണ്ട്. ഞാൻ AVM Gയിലേക്കുന്നു, ഭരതൻ അവിടെ ഇരിക്കുകയാണ് റെഡിയായിട്ട്. മ്യൂസിക് ഡയറക്ടർ ഇല്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ ജോൺസണേയും കണ്ടില്ല, ദേവരാജ മാഷയും കണ്ടില്ല. ഒരു സന്യാസി രൂപത്തിൽ ഹാർമോണിയപ്പെട്ടി കൊണ്ടൊരാളിരിക്കുന്നു, ചെറുപ്പക്കാരനാണ്, അതിലാണെങ്കിൽ മിണ്ടുന്നുമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇതാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് ഭരതൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആളറിയില്ലല്ലോ. കീരവാണി എന്നാണ് പേര്, മരതകമണി എന്നും പറയും. അപ്പോൾ ഈ മരതകമണി എന്നുള്ള കീരവാണി എന്നെ നോക്കി ചിരിച്ചു, ഞാനും ചിരിച്ചു. മലയാളം അറിയില്ല, തെലുങ്കാണ്. അപ്പോൾ കീരവാണി പറയുന്നു, എനിക്ക് കുറച്ച് മലയാളമൊക്കെ അറിയാമെന്ന് പറയുന്നു. എൻ്റെ സപ്തനാടികളും തളർന്നു പോയി. കാരണം ഇത് പുതിയ ഡയറക്ടറാണ് വന്നിരിക്കുന്നത്, ചെയ്യാൻ പോകുന്നത് ഡ്രീം പ്രോജക്റ്റാണ്, ദേവരാഗമാണ് എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഏതായാലും അവിടെ ഇരുന്നു, ഭരതൻ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു തരുന്നു, ഞാൻ അതൊക്കെ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് മറ്റേ മോഹൻ്റെ വിളി വരുന്നു, പാട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് ഓടുന്നു. അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ അവിടെ ഒരു ട്രാക്ക് സിംഗറെ വെച്ചിട്ടിരിക്കുകയാണ് ജോൺസൺ, അയാളെ കൊണ്ട് പാടിക്കാനാണ്. അപ്പോൾ അയാൾ തൃശ്ശൂരുകാരനാണ്, നടേശൻ എന്നാ പേര്. പാട്ടുകാരൻ, ട്രാക്കൊക്കെ ഒരുപാട് പാടുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളിങ്ങനെ ഈ പാട്ടൊക്കെ എഴുതിയെടുത്തു, ജോൺസൺ പറഞ്ഞു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിത്ര വന്നു, അവരുടെ ഡിവറ്റിൻ്റെ പാട്ടും അതും പറഞ്ഞു കൊടുത്തു, അതും എഴുതിയെടുത്തു. എന്നിട്ട് പതുക്കെ ഭരതനിലേക്ക് ഞാനിങ്ങനെ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ മോഹൻ പറഞ്ഞു, നീ പോയിട്ട് എപ്പോൾ വരും? ഞാൻ പറഞ്ഞു, ഉടനെ വരാം. അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. ഉടനെ മറ്റേ സ്റ്റുഡിയോയിൽ ചെന്നു. അപ്പോൾ അവിടെ വലിയ പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. ബ്രാഹ്മണ കല്യാണം, അതാണ് സിറ്റുവേഷൻ. ഈ ബ്രാഹ്മണ കല്യാണത്തിൻ്റെ
ഒരു സിറ്റുവേഷനിലൊരു പാട്ട് വേണം. ഈ ബ്രാഹ്മണൻ്റെ കല്യാണത്തെക്കുറിച്ച് എനിക്കും അറിഞ്ഞുകൂടാ, ഞങ്ങളൊന്നും ബ്രാഹ്മണന്മാരല്ല, കീരവാണി അല്ല. ഈ 3 പേർക്കും അറിഞ്ഞുകൂടാ, കല്യാണത്തിൻ്റെ സിസ്റ്റംസും ഒന്നും അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ എഴുതണം എന്നുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആലോചിച്ച് എന്താ ഒരു വിദ്യയില്ലല്ലോ. അപ്പോൾ ഭരതൻ പറഞ്ഞു, അവന് ട്യൂണൊന്നും വരുന്നില്ല, നീ ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. അങ്ങനെ ഞാൻ അപ്പോൾ ആലോചിച്ച് മോഹൻ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ഭരതൻ്റെ പിന്നാലെ ഞാൻ ABMൻ്റെ മുമ്പിൽ പുറത്തേക്ക് ഇറങ്ങി ഒരു കാറ് കയറി നേരെ മൗണ്ട് റോഡ് ഇങ്ങനെ കറങ്ങുകയാണ്. ഉച്ച വരെ കറങ്ങുന്നു. എൻ്റെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാൽ, മറ്റിടത്ത് മോഹൻ ഇരിക്കുന്നു, അവിടെ പാട്ട് റെക്കോർഡിങ് നടക്കുന്നുണ്ട് സാക്ഷ്യത്തിൻ്റെ. ഏതായാലും ഇങ്ങനെ കറങ്ങുകയാണ്. ഈ കറങ്ങുന്ന സമയത്ത് ഭരതൻ പറയും, എടാ നിനക്ക് വല്ല ഐഡിയയും വരുന്നുണ്ടോ ഈ ബ്രാഹ്മണ കല്യാണത്തെക്കുറിച്ച്? പലതും പുള്ളി നല്ല മ്യൂസിക് ഉള്ള ആളല്ലേ ഭരതൻ. പുള്ളി ഇങ്ങനെ പലതും ശ്രീരാഗത്തിലും ഒക്കെ മൂളി നോക്കുന്നുണ്ട്, ശരിയാവുന്നില്ല. അങ്ങനെ മൂളി കുറേ ദൂരം ചെന്നപ്പോൾ, ബ്രാഹ്മണന്മാരുടെ കല്യാണമാണോ? അതിനെന്താ സംശയം? ഒരു അശരീരി, ദൈവത്തിൻ്റെ അശരീരി വല്ലൊരു ശബ്ദം വരുന്നു. നോക്കുമ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന ഭരതൻ്റെ കാറ്, ഞാൻ മുൻ സീറ്റിൽ ലെഫ്റ്റിലിരിക്കുന്നു, ഭരതൻ വണ്ടി ഓടിക്കുന്നു. ബാക്കിലെ സീറ്റിൽ ഒരു ഡെഡ് ബോഡി പോലെ അവിടെ കിടപ്പുണ്ട്. അതാണ് ഈ ദേവരാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ മണി ഷൊർണൂർ എന്ന് പറയുന്ന ആൾ. നാടകത്തിനും ടെലിവിഷൻ സീരിയലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളാണ് മണി ഷൊർണൂർ. അപ്പോൾ അദ്ദേഹം ആണ് ഈ പറഞ്ഞത് കല്യാണത്തെക്കുറിച്ച് ഞാൻ പറയാമെന്ന്. അദ്ദേഹം വണ്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു, കുറേ നേരമായിട്ട് ഉറക്കമാണ്. ഈ ഷൊർണൂർ മണിയുടെ പേര് വരെ മദ്രാസ് മണി എന്ന് മാറ്റേണ്ടി വന്നു. കാരണം ദേവരാഗം എന്നുള്ള പടം എൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി പുള്ളി വന്നിരിക്കുന്നത് കൊണ്ട് പുള്ളി പിന്നെ തിരിച്ച് ഷൊർണൂർക്ക് പോകാൻ ഭരതൻ വിട്ടിട്ടില്ല. ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഇയാൾ വേണമല്ലോ. അങ്ങനെ ഇയാൾ അവിടെ കിടക്കുകയാണ്. പുള്ളി വളരെ കൂളായിട്ട് പറഞ്ഞു, എന്താ അറിയേണ്ടത്? അപ്പോൾ ഭരതൻ പറഞ്ഞു, മണി, ഇതിനകത്തെ പ്രശ്നം എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു സിസ്റ്റം, വധുവിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നതും മറ്റു കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെ അത് ഞങ്ങളുടെ കല്യാണം പോലെ ആണോ? അതെന്താ പ്രയാസമെന്ന് പറഞ്ഞ് പുള്ളി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിക്കുകയില്ല, എനിക്കൊരു വരം കിട്ടിയ പോലായിരുന്നു അത്. ഞാൻ വരി കിട്ടാതെ ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ വരം തന്നെ വന്ന് വീഴുകയാണ്. എന്താണോ? അയാൾ പറയാണ്, അത് പരതേട്ടാ കുഴപ്പമൊന്നുമില്ല, അത് താഴമ്പൂ മുടി മുടിച്ച് ചേലയണിഞ്ഞ് പിന്നെ ചിറ്റൊക്കെ അണിഞ്ഞ് അതാണ് സംഭവമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്ക് പതുക്കെ പറ, താഴമ്പൂ. പുള്ളി പറഞ്ഞു, താഴമ്പൂവും മുടി മുടിച്ച്. ഭരതൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു കടലാസ് എടുത്ത് ഞാൻ എഴുതി താഴമ്പൂവും മുടി മുടിച്ച്. പിന്നെന്താണ്? അതിപ്പോൾ ചേലയണിഞ്ഞ്. അത് ഞാൻ പറഞ്ഞു, അല്ല 18 മുഴം ചേല, 18 മുഴം ചേല ഞൊറിഞ്ഞു കൊടുത്ത്. പിന്നെന്താണ്? ചിറ്റ്. ഭരതൻ പറഞ്ഞാൽ വെള്ളിച്ചിറ്റായിക്കോട്ടെ, വെറും ചിറ്റ് വേണ്ട, വെള്ളിച്ചിറ്റണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ്. മൂക്കുത്തി അണിഞ്ഞ്. പിന്നെന്താണ്? ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രധാനമായിട്ട് ഒരുക്കിക്കൊണ്ട് വരുന്നത്. അങ്ങനെയാണെന്ന് പാട്ടോടെ റെഡിയായി. അപ്പം ഞാൻ താഴമ്പൂ മുടി മുടിച്ച് 18 മുഴം ചേല ഞൊറിഞ്ഞുകൊടുത്ത് വെള്ളിച്ചിറ്റണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മകളൊരുങ്ങ് എന്നുള്ളത് അത് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് തമിഴ്നാടല്ലേ, ഈ ബ്രാഹ്മണന്മാരല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മണമകളെ മരുമകളെ എന്നൊരു പാട്ടുണ്ട്. മണമകളെ എന്നൊരു പാട്ടുണ്ട് പഴയ തമിഴ്. മണമകൾ ചേർത്താൽ മണമകൾ ഓക്കെ, ഷൊർണൂർ മണി അപ്രൂവ്ഡ്. അങ്ങനെയാണ്. താഴമ്പൂ മുടി മുടിച്ച് 18 മുഴം ചേലഞ്ഞൊറിഞ്ഞുടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തിയണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ് താഴമ്പൂ. ഈ താഴമ്പൂമായിട്ട് നമ്മൾ നേരെ അവിടെ ചെല്ലുന്നു. അവിടെ സാക്ഷാൽ രാജാമണി ഇരിക്കുന്നു, രാജാമണിയുടെ ശിഷ്യൻ, രാജാമണി ഗുരുവാണ്. കീരവാണി ഇരിക്കുന്നു. കീരവാണി സുഖമായിട്ടത് കേൾക്കുന്നു. കീരവാണിയിലും എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു. ട്യൂൺ വരുന്നു, ഹാർമോണിയപ്പെട്ടി അനങ്ങുന്നു, പാട്ട് വരുന്നു. അങ്ങനെ ദേവരാഗത്തിലെ ഫസ്റ്റ് ഹിറ്റ് ഉണ്ടാവുകയാണ്. ഞാനും ഭരതനും ഞെട്ടി. ഏറ്റവും കൂടുതൽ ഞെട്ടിയത് മണിയാണ്. മണി ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മണി പറഞ്ഞത് എന്തോ 18 മുഴം ചേല ചുറ്റി. അപ്പം ഭരതൻ പറഞ്ഞു, പകുതി കാശ് മണിക്ക് കൊടുക്കാൻ പോവാണെന്ന് എന്നോട് പറഞ്ഞു. കാരണം ഇവനാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു വെള്ളിച്ചിറ്റ് കൊണ്ട് എൻ്റെ ഒരു മണ്ണമകളുമുണ്ട്, ബാക്കിയൊക്കെ മണിയല്ലേടാ. അങ്ങനെ കീരവാണിയുടെ കീരവാണിയുടെ കോൺട്രിബ്യൂഷൻ നല്ലോണം ആ പാട്ടിലുണ്ട്. ഗ്രാമത്തിൻ ഐശ്വര്യ വിളക്കായി നീ വലങ്കാൽ വെച്ച് കയറുമ്പോൾ ദീർഘസുമംഗലി നിൻ മുന്നിൽ ദേവീ മന്ത്രങ്ങൾ ഉയരേണം.
നല്ല പാട്ട്, നല്ല സുന്ദരമായിട്ട് അത് എഴുതാൻ പറ്റിയ പാട്ട്. അതങ്ങനെ ഉയർന്ന ഗംഭീരമായിട്ട് ആ പാട്ടിങ്ങനെ പൊലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഡേവിഡ് കാച്ചപ്പള്ളി, മോഹൻ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് പായുന്നു. അവിടുത്തെ പാട്ടുണ്ടാക്കാൻ പായുകയാണ്. ആ പാട്ടുണ്ടാക്കുമ്പോൾ അവിടെ ലെവലാക്കി എടുത്ത് തിരിച്ചു വിടരുമ്പോൾ അടുത്ത പാട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും അപകടം പിടിച്ച പാട്ട് അത് വരികൾ എഴുതി. അപ്പോൾ കീരവാണി ഒരു വരിയിൽ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്, അത് വേണമെന്ന് പറഞ്ഞാണ്. അത് ട്യൂണിട്ടാണ് എഴുതിയത്. അപ്പോൾ ഞാൻ പറയുന്നത് മലയാളത്തിന് അത്ര ഇഫക്റ്റീവ് ആകില്ല, എൻ്റെ നല്ല പേര് പോകുമല്ലോ, ഉണ്ടാക്കിയ നല്ല പേര് കളയാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്ന്. യാദവ എനിക്കറിയാവുന്നതാണ്. മലയാളത്തിൽ അങ്ങനെ പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കൊച്ചു നഴ്സറി കുട്ടികൾ പോലും അങ്ങനെ പാട്ട് എഴുതുകയില്ല. അത് വേണമെന്ന് പറഞ്ഞാൽ അയാൾ ഇൻസിസ്റ്റ് ചെയ്യുന്നു. ഭരതനൊന്നും മിണ്ടുന്നില്ല. അവസാനം ഭരതൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ അതല്ല പാട്ട് എഴുതി ഉണ്ടാക്കി അത് റെക്കോർഡ് ചെയ്തു, ഷൂട്ട് ചെയ്തു. അതിന് ഭരതൻ പറഞ്ഞ എക്സ്പ്രസ് ഇതാണ്, അത് നായകനെ ടീസ് ചെയ്യുന്നതാണ്. ടീസ് ചെയ്യാൻ വേണ്ടി മലയാളത്തിൽ വാക്കൊന്നുമില്ല. കൊഞ്ഞനം കുത്തുന്നതിന് യാ കറക്റ്റാണ്, ലിപ് മൂവ്മെൻറ്റ് കറക്റ്റാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് യാദവ എനിക്കറിയാം, യദുമുഖഭാവങ്ങൾ അറിയാം, പീലിക്കണ്ണിൻ നോട്ടവും കുസൃതിയും കോലക്കുഴൽ പാട്ടിലെ നാണവും കണ്ണാ സ്വയംവര മധുമയ രഘുമധുമയ കഥകളറിയാം. അപ്പം യാ എന്നുള്ളത് ഇവിടെ വന്ന് ജെറി ആക്രമിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഈ പാട്ട് ഒരു ഗംഭീരമായ സംഭവമായിട്ട് മാറുകയാണ്. പിന്നെ ഇതിൽ പാടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഭരതൻ അന്ന് ഇഷ്ടപ്പെട്ട ഒരു ഗായകനുണ്ട് തമിഴ്നാട്ടിൽ, എനിക്കും ഇഷ്ടമാണ്. എന്നവളെ എന്നവളെ എന്നൊക്കെയുള്ള പാട്ട് പാടിയ ഒരാളുണ്ട്. അയാളാണ് ചിത്രയുടെ കൂടെ പാടിയത്. അപ്പോൾ ഈ രണ്ട് ഗായകരും ചിത്രയും കൂടെ സിനിമ അങ്ങോട്ട് പൊലിപ്പിക്കുകയാണ്. ഏതാണ്ടൊരു രാത്രി 12 മണിയൊക്കെ സമയമായിട്ടുണ്ട്. സ്റ്റുഡിയോയിലാണ് ഞങ്ങളെല്ലാം. അപ്പോഴാണ് നേരത്തെ ഒരു ഡിസിഷൻ മാറിയത്, ആരെ വരുത്തണമെന്നുള്ളത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ കീരവാണിയോട് പറഞ്ഞു, കീരവാണി നമുക്ക് ജയചന്ദ്രനെ വരുത്തിയാലോ. കീരവാണിക്ക് ഭയങ്കര സന്തോഷം, രാജാമണിക്ക് അതിനേക്കാൾ വലിയ സന്തോഷം. പക്ഷേ ഭരതനോട് പറയാൻ പേടി. ഭരതനോട് ഞാൻ പിന്നെ മടിച്ച് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ജയനെ വിളിച്ചാൽ ശരിയാവില്ല ആദ്യം തന്നെ ഡയലോഗ്. കുറച്ച് ഒരു പോസ് കഴിഞ്ഞപ്പോൾ വീണ്ടും അല്ല, യേശുദാസ് വരാത്തത് കൊണ്ട് ആ കോംപ്ലക്സ് വരാൻ വേണ്ടി അത് ചുമ്മാതെ, യേശുദാസ് വന്നില്ലല്ലോ, അപ്പോൾ വീണ്ടും അദ്ദേഹം ഒന്ന് അലർട്ടായി, ജയം പാടിയാൽ ശരിയാവില്ല.